സ്ഥാനാർത്ഥികളുടെ പിന്മാറ്റത്തിന് അടിസ്ഥാനപരമായ ഒരു കാരണം കേരളീയ സാമൂഹിക ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ല എന്ന യാഥാർത്ഥ്യം 96-ലെ ഈ ഈ ഈ എന്താ ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം ഒരു പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല. അന്ന് തോമസ് ഐസക്ക് ബഹുമാന്യനായ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ ഈ പഞ്ചായത്തി രാജേ ഉള്ളൂ, കോൺട്രാക്ട് രാജ് ഇല്ല എന്നായിരുന്നല്ലോ പ്രഖ്യാപനം. ഇനി നമ്മുടെ നാട്ടിൽ അഴിമതിയില്ല, കോൺട്രാക്ട് രാജും ഇല്ല. 96 തൊട്ട് ഈ 2025 വരെയുള്ള ഒരു 30 കൊല്ലത്തെ കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കൂ. സംഭവിച്ചിട്ടുള്ള എന്താ? കൃത്യമായ ചരിത്രം. 2 കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഓരോ പഞ്ചായത്തും കോൺട്രാക്ട് രാജിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കൊച്ചു കൊച്ചു കോൺട്രാക്ടർമാരുടെ നാടായി ഓരോ ഗ്രാമങ്ങളും മാറിയിരിക്കുന്നു. ഒന്ന്, അഴിമതി വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. പണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കോ കാശ് കൊടുത്താൽ മതിയായിരുന്നു. അതിന് പകരം സകല ഓവർസിയർമാർ തൊട്ട് സകല തൂണുകൾക്കും കാശ് കിട്ടുന്നു. 2, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം എന്നൊന്നും ഇല്ലാതായി. എങ്ങനെയാണ് ഇല്ലാതായത്? വാർഡിൻ്റെ വികസനം തീരുമാനിക്കുന്നത് വാർഡിൽ എല്ലാവരും കൂടിയിരുന്നാണ്. പഞ്ചായത്തിൻ്റെ പ്ലാൻ തീരുമാനിക്കുന്നത് പഞ്ചായത്തിൽ എല്ലാവരും കൂടിയിരുന്നാണ്. അതിനകത്ത് ആകെ വേണ്ടത് എന്താ? ജനകീയ സമിതികൾ ഉണ്ടാക്കിയിട്ട് കോൺട്രാക്ട് അവരെടുക്കണം എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടത്തിൽ ഒരു കോൺട്രാക്ടറെ ചുമതലപ്പെടുത്തും. ഇവനാണ് ജനകീയ സമിതി. അവന് ഒപ്പിട്ട് കൊടുക്കാൻ കുറേ മിനിറ്റ്സ് ഉണ്ടാക്കി വെക്കും. അതാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഏത് മെമ്പർക്ക് വർക്ക് കിട്ടുമ്പോഴും ആ മെമ്പർക്ക് മാത്രമല്ല എല്ലാ മെമ്പർമാർക്കും വിഹിതം കിട്ടുന്നു. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മെമ്പർക്ക് ഫണ്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ വിഹിതം പ്രസിഡന്റിന് കൂടി കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി വീതം വെപ്പിൻ്റെ ഒരു കേന്ദ്രമായി പഞ്ചായത്തുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പഞ്ചായത്തുകളിൽ രാഷ്ട്രീയമായ വാശികൾ കുറഞ്ഞിരിക്കുന്നു കേരളത്തിൽ. വ്യക്തിപരമായ അല്ലെങ്കിൽ പ്രാദേശികമായ അജണ്ടകളാണ് പലപ്പോഴും വർക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഏത് പ്രശ്നങ്ങളാണ് പഞ്ചായത്തിനെ ബാധിക്കുക എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ജില്ലയിലെ 94 പഞ്ചായത്തുകൾ, 94ലും വ്യത്യസ്തമായ അജണ്ടകളാണ്, ഇഷ്യൂസ് വേറെയാണ്. പ്രാദേശികമായ ആ റോഡിൻ്റെ പ്രശ്നം, ആ തോടിൻ്റെ പ്രശ്നം, വികസനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രാദേശികമാണ്. പക്ഷേ പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പ്രശ്നം, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ ഓരോരോ പ്രദേശത്തിനും കേമന്മാരായ യുക്തന്മാരായ ആളുകളെ കൊണ്ടുവന്ന് താരതമ്യേന സ്വീകാര്യമായ സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കിയെടുത്തിട്ട് മൊത്തം കണക്കെടുക്കുമ്പോൾ ഇന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി, ഇന്ന മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി എന്ന് പറയാം. പക്ഷെ അവരൊന്നും ഉന്നയിച്ച ഇഷ്യൂസ് ഒന്നാവില്ല, താല്പര്യങ്ങളൊന്നാവില്ല, ഓരോ പ്രദേശത്തിൻ്റെയും അജണ്ടയും ഒന്നാവില്ല.